ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യട്ടോ. അപ്പോൾ ചക്കക്കുരു കൊണ്ടുള്ള ഉണ്ടയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി ആരും ചക്കക്കുരു കളയല്ലേ, ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഇതിൽ ഒരുപാട് പ്രോട്ടീൻ, ഫൈബർ, വൈറ്റമിൻ ബി കോംപ്ലക്സ്, മിനറൽസ്, പൊട്ടാഷ്യം, കാൽസ്യം, മഗ്നീഷ്യം, അയേൺ, ദഹനത്തിന്, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന്, എല്ലിൻ്റെ ബലത്തിന്, രക്തക്കുറവ് തടയും, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ, മുടിയുടെ ആരോഗ്യത്തിന്, നമ്മുടെ സ്കിന്നിന് ഒന്നും പറയണ്ട, ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ഇതാണ് നമ്മളെ ചക്കക്കുരു എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലുള്ള ആ വെള്ള കളറുള്ള തൊലി മാത്രം കളഞ്ഞാൽ മതി. ഉള്ളിലുള്ള ബ്രൗൺ കളറുള്ള ഇത് ഒരിക്കലും കളഞ്ഞേക്കരുത്. അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചക്കക്കുരുവിൻ്റെ ആ പുറം തൊലി മാത്രം കളഞ്ഞെടുക്കണം. ഉള്ളിൽ കാണുന്ന ആ ബ്രൗൺ കളർ പോലെയുള്ള കളറിലുള്ളത് ഒരിക്കലും കളയാൻ പാടില്ല. ഈ പാത്രത്തിൽ ഞാൻ പുഴുങ്ങിയിട്ട് ചക്കക്കുരു ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് എടുത്തു വെച്ചതാണ്. ഏകദേശം 50ഓളം ചക്കക്കുരു ഉണ്ടാവും. അത് ഇനിയിപ്പം ആദ്യം തൊലി കളഞ്ഞിട്ട് വേവിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുത്തത്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഉണ്ടക്കുള്ള അരിയും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അത് പൊന്നി അരി 2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരി കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയിട്ടൊക്കെ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാനുണ്ട്. ആദ്യം ഇതുപോലെ ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് കട്ടിയുള്ള പാത്രം വെക്കണം. പാനോ അതുപോലെയുള്ള, അതായത് നോൺ സ്റ്റിക്കിൻ്റെ ആകുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകില്ല. അല്ല, ഇതുപോലെ കട്ടിയുള്ള പാത്രങ്ങൾ വെച്ചിട്ട് നമുക്ക് കുറേശ്ശെയായി വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതും മീഡിയം ഫ്ലെയിമേ പറ്റുള്ളൂ. ഫുള്ള് തീയിൽ ഉണ്ടാക്കാനേ പറ്റൂല, കരിഞ്ഞു പോവും. കൈവെക്കാതെ ഇളക്കണം എന്ന് പറയുന്നത് അവിടെ ഇവിടെയും ചിലത് ആയിട്ടുണ്ടാവും, ചിലത് വെള്ള കളറിൽ തന്നെ നിൽക്കും. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ കിട്ടണമെങ്കിൽ ഇങ്ങനെ കൈവെക്കാതെ ഇളക്കണം. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് മാറ്റിയെടുക്കാം. അരി ഇങ്ങനെ വറക്കുമ്പോൾ ഉള്ള ഒരു ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ അത് വെച്ചിട്ട് എവിടെയും പോകാൻ പാടില്ല. കൈ വെച്ച് പോയാൽ കരിഞ്ഞു പോവും. അതുകൊണ്ട് എങ്ങോട്ട് പോവാതെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യത്തേത് വറുത്തെടുത്ത് ഇത് ഞാൻ കുറേശ്ശെയായിട്ട് മുഴുവനായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പം മൊത്തം ഞാൻ അരിയൊക്കെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു പാത്രത്തിൽ മാറ്റി വെച്ച് ഇനി ഇത് കുറച്ചൊന്ന് തണുത്ത് വരുന്നത് വരെ നമുക്ക് അവിടെ വെക്കാം. തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇത് പൊടിച്ചെടുക്കാം. ഇനി അരി പൊടിച്ചെടുക്കാനുള്ളത്. അതിനിടയിൽ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വെല്ലം ഉരുക്കിയെടുക്കാം. ജഗ്ഗരി ഉരുക്കിയെടുക്കാം. ഇതിൽ 4 വെല്ലം ഉരുക്കിയെടുക്കുന്നതാണ് കാണിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 6 എണ്ണം എടുത്തിട്ടുണ്ട്. അതിനിട്ടാ മധുരം പോരാത്തത് കൊണ്ട് 6 എണ്ണം എടുത്തത്. അതൊരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമുക്ക് ഉരുക്കിയെടുത്താൽ മതി. ഇനി അത് ഉരുകാൻ അവിടെ നിന്ന് വെച്ചിട്ട് അതാകുന്നപ്പോഴത്തേക്ക് നമുക്ക് അരി പൊടിച്ചെടുക്കാം. ഇതുപോലെ കുറേശ്ശെയായിട്ട് അരി ഇട്ട് കൊടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാം. എന്നാൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. നൈസായിട്ട് പൊടിച്ചെടുക്കണേ. അപ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് തിന്നുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടാൻ, കുറച്ച് നൈസായിട്ട് പൊടിക്കുമ്പോൾ. അപ്പോൾ അത് കുറേശ്ശെയായി അതും പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കക്കുരു മിക്സിയിലിട്ടിട്ട് ഞാൻ പകുതിയായിട്ട് ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ചക്കക്കുരു ഒരുപാട് നൈസായിട്ടൊന്നും വേണമെന്നില്ല. പണ്ടെല്ലാം ഇങ്ങനെ ചക്കക്കുരു ഉണ്ടാക്കുമ്പോൾ നമ്മളെ ചെറുപ്പത്തിൽ വീട്ടിൽ ഉരൽ ഉലക്കയെല്ലാം ഉള്ള സമയമാണ്. അന്ന് മിക്സിയൊന്നും വലിയ ഒരു ഇതായിട്ടൊന്നുമല്ല, വീട്ടിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഉരലിലിട്ടിട്ട് ഇത് ഇടിച്ചിട്ടാണ് ഉണ്ടക്കെല്ലാം എടുക്കുക. അപ്പോൾ നമുക്കെല്ലാം ഇത് ഭയങ്കര രസമായിട്ടാണ് അന്നത്തെ ഈ ഉണ്ട ഉണ്ടാക്കുമ്പോൾ എല്ലാം നമുക്കെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ
നമുക്ക് ഇതിലേക്ക് ഉരുക്കി വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചതിന് ശേഷം ഒരു വലിയ തേങ്ങ ചിരണ്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നോക്കുമ്പോൾ ഫുള്ളായി വന്ന പോലെ തോന്നി. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ആയിട്ട് വരണമെങ്കിൽ ശരിക്കും അടിഭാഗത്ത് വരെ എത്തണമല്ലോ. അപ്പോൾ കൊള്ളൂലാന്ന് തോന്നിയപ്പോൾ ഞാൻ പാത്രം ഒന്നങ്ങ് മാറ്റി. ഇനി ഇതെല്ലാം ഒന്നിങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പൊന്നും വേണ്ട, കുറച്ച്. കാരണം നമുക്കിപ്പോൾ മധുരമുള്ള എന്തുണ്ടാക്കുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ നന്നായിരിക്കും. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായി വന്ന് നമ്മളെ ഉണ്ടേൻ്റെ ആ ഒരു പാങ്ങ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കണം. ഞാൻ ഉരുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തുടങ്ങുമ്പോഴാണ് മക്കൾ സ്കൂളും വിട്ട് വന്നത്. അപ്പം മോളോട് പറഞ്ഞ് എൻ്റെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാനോളും കൂടെയാണ് ഉരുട്ടിയിടുന്നത്. വലിയ ഷേപ്പൊന്നും ഇല്ല, എന്നാലും ടേസ്റ്റിന് ഒരു കുറവുമില്ല. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും, നമ്മളെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. ഇതെന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ ചക്കക്കുരു കിട്ടിക്കഴിഞ്ഞാൽ കളയാണ്ട് വെച്ചിട്ട് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തിട്ട് മുകളിലുള്ള ആ വൈറ്റ് കളറുള്ള തൊലി ഉണ്ടല്ലോ അത് കളഞ്ഞിട്ട് വെറുതെ ഒന്നും ചെയ്യണ്ട, കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ചായക്ക് വെറുതെ കഴിക്കുക. അപ്പം എല്ലാ ഗുണങ്ങളോടും കൂടിയ ചക്കക്കുരു കളയാണ്ടിരിക്കുക. ഇതെന്തായാലും ട്രൈ ചെയ്യാം. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു.